പണി നിർത്തി പോവായോ അപ്പമാരെ? കത്തുണ്ടെങ്കിൽ വീട്ടിൽ കൊടുത്തിട്ട് പോയാ മതി. ആശക്കുട്ടിയുടെ ഗുളിയെ വാങ്ങി ഞാൻ വീട്ടിലെത്താ ഉച്ചവഴി. ആ CS നായർക്ക് ഒരു ലോഡ് കടലാസ് വരുന്നുണ്ടല്ലോ ദിവസവും. എന്താ മൂപ്പരുടെ ഏർപ്പാട്? ചെറിയച്ഛൻ എന്തൊക്കെയോ. അതാ വാസന്തി. വാസന്തി, ആശക്കുട്ടിയുടെ ഗുളിക ഇവിടെ വെക്കുന്നില്ല. ഇപ്പൊ പുതിയ നിയമമുണ്ടത്രേ. ഞാൻ സൈക്കിളെടുത്ത് കൂറ്റിനായിട്ട് പോയി നോക്കണമെന്ന് പറയാം ചെറിയമ്മേട്. ആ ഇത് അച്ഛനുള്ളതാ. ഭാസ്കര, അരു മൂലം ചേർത്ത് വിടറാ. നീ എന്താ കാട്ടണേ? ചെറിയമ്മേ, നീ എവിടെയായിരുന്നടാ എത്ര നേരം? മരുന്ന് കിട്ടിയില്ലേ? പാടത്ത് 10 രൂപ പണിക്ക്. ഇനി മുതൽ 2 ഷീറ്റ് വേണം. ഒന്നവര് പീടികയിൽ വെക്കും. ഞാനായതുകൊണ്ട് മാത്രം എന്ത് തന്ന്. അപകടമുള്ള മരുന്നാ, സൂക്ഷിച്ചു വെച്ചോളൂ. മരിച്ച നമ്മുടെ കുട്ടിമാമയെ കണ്ട ഓർമ്മയുണ്ടോ അപ്പേട്ടന്? ഒരിക്കൽ വിഷുവിന് എനിക്കൊരു വെള്ളുറുപ്പി തന്നു. മുമ്പാ, ഓർമ്മയുണ്ട്. അമ്മാമ്മയുടെ മകൾ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. മുത്തശ്ശിന് കത്തുണ്ട്. എന്തിന്? നമ്മളെയൊക്കെ കാണാനാണത്രേ. എനിക്കാരെയും കാണണ്ട. ഇതിന്റെ തള്ള കാരണമല്ലേ മുത്തശ്ശൻ കുട്ടിമാമയെ ആട്ടി ഇറക്കിയത്. ആദ്യം മോള് വരും, പിന്നെ മോളെ തിരിഞ്ഞ് തള്ള വരും. ഇത് മച്ചിൽ ഭഗവതിയെ കുടിവെച്ച വീടാ. ഇവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണും കയറില്ല. പുറത്ത് നടക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും കേട്ടില്ല. അവളുടെ ഗുളിക കൊടുക്കാൻ മറന്നു അല്ലേ? കുട്ടിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. അച്ഛാ, ഞാൻ മിണ്ടാതെ വെക്കോളിൻ എല്ലാരും. സാരമില്ല. അപ്പേട്ടൻ പറയാറില്ലേ, അസുഖം വരണം തോന്നുമ്പോ ചോറ്റാനിക്കര ഭഗവതി, ചോറ്റാനിക്കര ഭഗവതി എന്ന് മനസ്സിൽ 10 പ്രാവശ്യം ജപിക്കണം. ഇന്നത് മറന്നല്ലേ? വാ, പുറത്തു വേണമെങ്കിൽ അപ്പേട്ടൻ കൊണ്ടുവാ. ഭഗവാനെ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുവാവോ? എന്താ ഈ കേക്കണേ? അമ്മായിയമ്മ വരണുണ്ടാവോ? വിരുന്നുകാര് ചിലർ വരണമെന്ന് കേട്ടു. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇല്ലായ്മ കൊണ്ട് പണിക്ക് വരണമെന്നേ ഉള്ളൂ. കണ്ട നസ്രാനയുടെ മാപ്പിളയുടെ എച്ചിലെടുക്കാനൊന്നും പാറക്കുട്ടിയെ നോക്കണ്ട. ആ ചേച്ചിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അറിഞ്ഞൂടാ. അപ്പേട്ടാ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് വർത്താനം പറയാ? മുത്തശ്ശി ഇംഗ്ലീഷ് പറയോ? മുത്തച്ഛൻ മുമ്പ് സിംഗപ്പൂരൊക്കെ പോയ ആളല്ലേ, മുറി ഇംഗ്ലീഷൊക്കെ ഒപ്പിക്കും. നമ്മൾ രണ്ടാളുമാണ് കഷ്ടപ്പെടുക ഇവിടെ. പഠിക്കേണ്ട കാലത്ത് കള്ളരാശിത്തരം കാട്ടി സ്കൂളിൽ പോകാണ്ടിരുന്നവനാ ഇവൻ. പിന്നെ എങ്ങനെയാ വിവരം ഉണ്ടാവുക? വാ. അമ്മ ഇംഗ്ലീഷ് പറയോ? ഇംഗ്ലീഷ് മാത്രോ? പരന്ത്രീസും പറയില്ലേ? കടക്കരുത്. സോറി. എല്ലാം തീണ്ടി നാശാക്കാൻ വന്നോ? നിനക്കെത്ര വിവരമില്ലാണ്ടല്ലോ. അപ്പേട്ടാ, ഇത് അറിയാം. കണ്ട മാപ്പിളയ്ക്കും നസ്രാണിക്കും കയറാനുള്ളല്ലേ സ്ഥലം. സോറി, ഐ എം സോറി. മാറണം. ഇനി നമ്പൂതിരെ വിളിച്ചൊന്ന് പുണ്യാൻ തളിപ്പിക്കണം. അപ്പേട്ടാ, ഞാൻ അകത്ത് കടന്നില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്തിനാ അന്യജാതിക്കാരെ പറയണേ? ഇവിടെ തന്നെ പലർക്കും വിശ്വാസമില്ല. ഞാൻ കുട്ടിക്കാലത്ത് പപ്പടകുടി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, സ്ത്രീകൾ ആരും അതിനകത്ത് കയറാൻ പാടില്ല. ഭഗവതി എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ? അതൊക്കെ ചില ആചാരങ്ങളാണ്. ചോറ് കൊണ്ടുവന്നു തന്ന അമ്മയാണ് മച്ചിനകത്ത്. അത് വിചാരിച്ചാ എനിക്കിന്നും കോരി തരിക്കും. ഓ, ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. പരിഹസിക്കണ്ട. ഞാൻ പരിഹസിച്ചതല്ല.
വളരെ മുമ്പ് ഇവിടെ ഒരു സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിമ്പട്ടിണി. രാത്രി ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ഇതകത്തേക്ക് വെച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ചെമ്പ് ചോറ്. ആളെ പിന്നെ കണ്ടില്ല. മച്ചിന്റെ വാതിൽ തുറക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. നോനോ, വിശക്കുന്നവർക്ക് ചോറെത്തിക്കുന്ന ദൈവത്തെ ആരും പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില് ഒന്നും തോന്നണ്ട. മച്ചില് കഴുകലും വിളക്ക് കത്തിക്കലും ഒക്കെ ഞാനാ. ഓ. ഒറ്റയ്ക്കാ ബോംബെന്ന് വന്ന്? കുട്ടിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? പണിക്ക് പോണുണ്ടോ? ഒന്നും സ്ഥിരമായിട്ടില്ല. 2-3 സ്ഥലത്ത് ജോലി ചെയ്തു. ഷോർട്ട് ടൈം വേക്കൻസീസ്. കുറച്ചു ദിവസത്തെ ഒഴിവില്. ഞങ്ങളുടെ മലയാളം തന്നെ പറയുന്നു വിചാരിച്ചില്ല. പപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു. മമ്മി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലേ പറയൂ. പാവം പപ്പ. കുട്ടിമാമ വരുന്നു കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ അറിയാം, അച്ഛൻ പുറത്താക്കിയ ഇൻസിഡന്റും പപ്പ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഉണ്ണാ വിളിക്കണോ? ഇവിടെ പച്ചക്കറി മാത്രമേ വെക്കൂ. ഇറച്ചിയും മീനും ഒന്നും പതിവില്ല. ഓ, അതിനെന്താ? ഞാനിവിടെ താമസിച്ച എന്നെ കൊണ്ടൊരു ശല്യം അവരുത് ആർക്കും. ഏയ്, എന്ത് ശല്യം? ഞാൻ വല്ല തെറ്റും ചെയ്താ മനഃപൂർവ്വമില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം അപ്പേട്ട. വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ? അത് ഒന്നും തോന്നരുത്. അല്ല, കുട്ടി അപ്പേട്ടൻ എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു അപ്പേട്ടൻ കുട്ടിയെ കുട്ടിയെന്നൊക്കെ വിളിക്കുമ്പോ എനിക്കും എന്തോ ഒരു മിറാണ്ട എന്നൊക്കെ വിളിക്കാൻ ഒരു സുഖമില്ല. പേരിട്ടത് അങ്ങനെയാണ്. പപ്പ വിളിച്ചിരുന്നത് മീര എന്നായിരുന്നു. അത് അസല് പേരല്ലേ? അത് മതി. കാട്ടുമിറാണ്ടി വേണ്ട. ഇത് ശ്മശാനാണ്. അയ്യോ, അറിഞ്ഞില്ല. ഞാൻ കടന്നതുകൊണ്ട്. ഏയ്, ഒന്നുമില്ല, പറഞ്ഞു എന്ന് മാത്രം. അവിടെയാണ് അമ്മമ്മയെ ദയിപ്പിച്ച്. അവിടെ എന്റെ അമ്മ. എനിക്കൊന്ന് 8 വയസ്സാ. പപ്പയുടെ ആൽബത്തില് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു, പപ്പയുടെ ചെറുപ്പകാലത്തെ. അതില് അപ്പേട്ടൻ അമ്മയില്ല, വാസന്തിയുടെ അമ്മയുണ്ട്. അമ്മ അടുക്കളയിലായിരുന്നു ഏത് നേരവും. ഫോട്ടോ എടുക്കുമ്പോ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പേട്ടന്റെ അച്ഛൻ നമ്പൂതിരിയാ, ഇപ്പോഴുണ്ട്. കാണാറില്ലേ? ഏയ്, കണ്ടാ തന്നെ എന്നെ അറിയോന്ന് സംശയ. ഹൗ ഇസ് ദാറ്റ്? അതെന്താ? മൂസാമ്പൂരിക്ക് വേളി മക്കളും ഒക്കെ ഇല്ലേ ഇല്ലത്ത്? പിന്നെ തന്നെ ഞാൻ കാണാൻ പോണം. നല്ല ഭംഗിയുള്ള സ്ഥലം. പഴയ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥല. ഇവിടെ റബ്ബർ വെക്കാൻ ഒരു പരിപാടിയും കൊണ്ട് ഇളയച്ചൻ വന്നു. മുത്തച്ഛൻ സമ്മതിച്ചില്ല, ഞാനും. അച്ഛൻ ഒരു നല്ല ക്യാരക്ടർ അല്ലേ? ഇപ്പോഴും സ്ട്രോങ്. മംഗലത്തുകാർക്ക് മരിച്ചാലെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാൻ ഒരു സ്ഥലം വേണ്ടേ? താൻ അതിനെ സമ്മതിക്കില്ലെന്ന് ചോദിച്ച് മുഖത്തൊരു ആട്ടം കൊടുത്തു മുത്തച്ഛൻ. ബ്യൂട്ടിഫുൾ പ്ലേസ്. കൂലി കൊടുക്കേണ്ട സമയമായി. സന്ധ്യ നേരത്തോട് ഒറ്റയ്ക്കണ്ട, വരൂ. അപ്പേട്ടൻ നടന്നോളൂ. ആ, അതെ, അതിസാമർഥ്യം പാടില്ല. നിന്റേതാ ഇവിടെ ഉണ്ട്. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയാലേ രണ്ടിനെ പുറം ഞാൻ പൊളിക്കും. തിന്നോ. അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ? നിങ്ങൾ നാളെ തന്നെ വക്കീലായിട്ടൊന്ന് കണ്ട് വിവരം അറിയണം. കിടക്കാൻ നോക്ക്. ഒന്നും കാണാണ്ടാവില്ല പെണ്ണിങ്ങോട്ട് എഴുന്നള്ളിയത്. ഇപ്പം മിണ്ടാതെ പൂച്ചമാതിരി പതുങ്ങി കിടക്കുന്നത് നോക്കണ്ട. തള്ളയെ പറ്റി കൊറേയൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങള്. തള്ളയുടെ സ്വഭാവം ആവണമെന്നില്ലല്ലോ അവക്ക് കിട്ടിയത്. ക്രോധം വരുമ്പോഴാ എന്റെ ഭാർഗവിക്ക് കൂടുതൽ ഐശ്വര്യം. ഉം. എത്ര കാലായി ഗ്രാസ് തുടങ്ങിയിട്ട്? ഗുഡ് സ്റ്റഫ്. നോക്കണം. വേണ്ട, അത്ര മോഡേൺ ആയിട്ടില്ല. യു മീൻ യു നെവർ ട്രൈഡ്? എനിക്ക് ഉറക്കം വരുന്നതിൽ പോയി കിടക്കൂ. യു നോ, അക്കോർഡിംഗ് ടു അവർ നായർ കസ്റ്റം, നോ നോ സിസ്റ്റം. പ്രയാസമാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മതി, മനസ്സിലാവും. നായർ സിസ്റ്റത്തില് നീ എന്റെ മോറപ്പെണ്ണ. അറിയാം. പോയി കിടക്കൂ. ഐ വാണ്ട് ടു കിസ് യു. അനിൽ, നിനക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട്? ഗെറ്റ് ഔട്ട്. ചട്ടക്കാരി പെണ്ണുങ്ങളെ പാൽ കുറിച്ചൊക്കെ എനിക്കറിയാം. ചുമ്മാ ഗെറ്റ് ഔട്ട്. യു ഗെറ്റ് ഔട്ട് ഫസ്റ്റ്. ബ്ലഡി ആംഗ്ലോ ഇന്ത്യൻ ബീച്ച്. നീ ഇപ്പൊ അങ്ങനെ വിടുന്നു? ഇവിടെ നിനക്ക് എന്താ അവകാശമാണ്? നിനക്കുള്ളത്രയൊക്കെ അവകാശം
അവ കൊണ്ടെന്ന് വെച്ചോ. അവന് പലപ്പോഴും സ്വയബോധം ഉണ്ടാവാറില്ല. സാരാക്കണ്ട. അപ്പേട്ടൻ പറഞ്ഞപ്പോഴാ അവകാശത്തിന്റെ കാര്യം ഞാൻ ആലോചിച്ചത്. ശരിയാണ്, ആലോചിച്ചാൽ തെറ്റൊന്നുമില്ല. ആശക്കുട്ടി എവിടെ? അച്ഛന്റെ അടുത്താ. എന്നോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു ചെറിയമ്മ. ആശക്കുട്ടിക്ക് പേടിയാവാതിരിക്കാൻ ഞാൻ എന്താ ഇവിടെ കിടക്കാറ്. കിടന്നോളൂ, എനിക്കും പേടിയില്ലാതെ ഒന്ന് ഉറങ്ങാലോ. ആ. മകരച്ചൊവ്വയ്ക്ക് അമ്പലത്തില് കാളവേലയുണ്ട്. ഇക്കുറി കേമ. മീര കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ ബോംബെക്ക് മടങ്ങും. ഞാൻ നിന്ന എല്ലാവർക്കും പ്രോബ്ലം ആയിരിക്കും അല്ലേ? ഏയ്, അതുകൊണ്ടല്ല. ഞാൻ ബോംബെക്ക് മടങ്ങുന്നില്ല. പിന്നെ എവിടേക്കാ പോയെന്നറിയില്ല. പോകാനൊരു സ്ഥലം വേണ്ട. എനിക്ക് ആരുമില്ല. ആരും. ഞാനുണ്ട്. ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടതാ. എന്റെ മക്കളാണ് ഗുരുവായൂരപ്പനാണ് സത്യം. അച്ഛൻ മര്യാദയ്ക്ക് വിളിച്ച് അവളോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ടോ? അതോ ഞാൻ ചൂലെടുത്ത് അടിച്ചിറങ്ങണോ? എന്താ പേട്ടാ? ഇപ്പൊ ഇറങ്ങണം. നിന്നോടാണ്. കടന്നു പോകാൻ ആന്റി പറഞ്ഞത്. ഞാനും ഇവിടുത്തെ ഒരു മെമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. ഓഹോ, എന്നാ അവകാശം പറയാന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എനിക്കും കുറച്ച് അവകാശം ഉണ്ടാവില്ലേ? അത്രത്തോളം പറഞ്ഞ. ആ ഹിന്ദു കോഡ് ബിൽ, ഹിന്ദു സെക്ഷൻ ആക്ട്, ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഒന്ന് അന്വേഷിച്ചു നോക്ക്. അതെനിക്കറിയേണ്ട കാര്യമില്ല. അറിയണം. വല്ല അതിമോഹവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അറിഞ്ഞു വെക്കണം. അന്ന് ഹിന്ദുവല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പുരുഷ പ്രജയ്ക്ക് തറവാട് സ്വത്തിന് അവകാശമില്ല. മാധവൻകുട്ടിക്ക് സ്വത്തവകാശമില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായ മകളുടെ കാര്യം പ്രത്യേകം പറയണോ? നസ്രാണിച്ചുകളോ മേത്തച്ചുകളോ കെട്ടാൻ ഇനി വല്ല ആൺകുട്ടികൾക്കും ഇവിടെ മോഹമുണ്ടോ? അപ്പൊ അതിലൊക്കെ കേൾക്കാനാ ഞാൻ ചോദിച്ചത്. അച്ഛാ, എനിക്കൊന്നും വേണ്ട. അവകാശം പിടിച്ചു വാങ്ങാൻ വന്നതല്ല ഞാൻ. വയസ്സുകാലത്ത് എന്നെ കഷ്ടപ്പെടുത്താതെ കടന്നു പോയിക്കോ. എവിടേക്കാച്ചാ? സ്വൈരായിട്ട് ഞാനൊന്ന് കിടന്ന് മരിക്കട്ടെ ഈ വീട്ടില്. മൂത്ത മകള്, ഒരേ ഒരു മകൻ, 44 കൊല്ലം കൂടെ കഴിഞ്ഞ ഭാര്യ. എത്ര എണ്ണത്തിനെ കുഴിയിലേക്ക് വിളിച്ചു. മഹാഭാവി ഞാൻ പിന്നെയും ബാക്കി. കടന്നു പൊക്കോളാ പറഞ്ഞത്. പോവും. അച്ഛൻ ഞാൻ കാരണം വിഷമിക്കേണ്ടി വരില്ല. അപ്പേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ച് രൂപ വേണം. ഞാൻ മദ്രാസിൽ പോകുന്നു. എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്റെ കയ്യിൽ എവിടുന്ന കാശ്? വല്ല ജോലിക്കും നോക്കണം. ഇവിടെ ഇരുന്നിരുന്ന് മടുത്തു. ഇവിടുത്തെ സിറ്റാരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ മിറാണ്ടയും രാത്രി പറഞ്ഞു. അവളും കൂടെ വരുന്നുണ്ടോ? വിസ്കിയുടെ മീത കഞ്ചാവ്. മരിച്ചും തോന്നി. അവളാണ് ബാംഗ്ലൂരിലോ മദ്രാസിലോ വല്ല ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താൽ മിറാണ്ട പറഞ്ഞില്ലേ? ഫൈറ്റ് അവനവനോടാണ്. അതിലും ബെറ്ററായി ഒരു ട്രീറ്റ്മെന്റും ഇല്ല. എനിക്കും കുറച്ച് കാശ് കടം തരണം, വണ്ടിക്കൂലിക്ക്. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. അച്ഛനും ഓടിട്ട് കഴിഞ്ഞു. അച്ഛനോട് പണം ചോദിക്കാൻ വയ്യ. ഇത് രണ്ടും ഇവിടെ പണയം വെക്കാം. 8:30 ബസ്സിന് പോയാൽ സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് ജോലിക്കാരി പറഞ്ഞു. ഞാൻ റെഡി ആവട്ടെ? ആ, മെയിലിന്റെ ടൈം ഒന്ന് അറിയണം അപ്പേട്ടാ.
ചിത്രം. ചേച്ചി പോവാണോ? ആ, പോയാലും ഞാൻ അന്വേഷിക്കും. മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോ സൂക്കട് പോയി ആൾ ഉഷാറായില്ലേ? പോയാ പിന്നെ ചേച്ചി എപ്പോഴാ വരിക? അത് റെഡിയാണ്. യാത്ര എന്ന് വേണ്ട, പിന്നെ സൗകര്യം പോലെ മതി. പോകുന്നവര് പോട്ടെ, നിനക്കെന്താ? അനിലിനെ ഞാൻ കുറ്റം പറയില്ല. അവന്റെ പ്രായം അതാ. അവനൊരു പാവാ. പാവാണ്, പിന്നെ കാമദേവനാണ്. കാണുമ്പോഴേക്ക് പെൺകുട്ടികൾ ഭ്രമിച്ച് വശാവും. നടന്ന എന്താണെന്ന് തൃപ്പത്തിനോട് ചോദിക്കായിരുന്നില്ലേ ചെറിയമ്മയ്ക്ക്? മുത്തച്ഛന്റെ മുമ്പേ അവനെ നിർത്തി കിളികൾ പോലെ പറയിപ്പിക്കുന്നതാണോ? നീ എവിടെയും പോകുന്നില്ല, ഞാനാ പറയുന്നത്. നീ ആരാടാ കൽപ്പിക്കാൻ? ഞാനോ? ഞാൻ ദൈവം. അധ്വാനിച്ച് 3 നേരവും നിങ്ങൾക്ക് മൂക്കറ്റം തിന്നാൻ വേണ്ടത് ഉണ്ടാക്കി തരുന്ന അന്നദാതാവ്. സംശയമുണ്ടോ? മിണ്ടണ്ട. അപ്പുനെ മയക്കി കണ്ടില്ലേ? ഞാൻ മയങ്ങിന്ന് പറഞ്ഞോളൂ, അതാ ശരി. അപ്പേട്ടാ മതി, മുത്തശ്ശൻ വിളിക്കണു. ചെല്ലേ, നനയാതെ ഈറം ചുമക്കണ്ട എന്നത് ഞങ്ങൾക്കൊരു പഴഞ്ചൊല്ലാണ്. പൊയ്ക്കോളൂ. സുഹൃതക്ഷയം സുഹൃതക്ഷയം എന്നല്ലാതെ എന്താ പറയണ്ടു. എന്റെ കാലം കഴിയണ വരെ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നന്നാവാനും കേടുവരാനും വേറെ സ്ഥലം അന്വേഷിക്കണോ അനി? നേരത്തെ ഇവിടെ ആരോ സ്വത്തിന്റെ കണക്കും വിഹിതവും പറയുന്നത് കേട്ടു. ഇവിടെ ഈ പറയുന്നവർക്ക് ആർക്കും സ്വത്തില്ല. നിന്റെ നായര് വിറ്റ് നശിപ്പിച്ചതടക്കം എല്ലാം ഞാൻ ഉണ്ടാക്കിയ മുതലാ, അല്ലാതെ തറവാട്ട് സ്വത്തല്ല. എന്നെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തു കഴിഞ്ഞാ പിന്നെ തർക്കിക്കാം. അതിന് തിരക്കായിട്ടുണ്ടാവും. ബോംബേക്ക് പോകാൻ നിനക്കും തിരക്കുണ്ടോ കുട്ടി? അവിടെ എന്നെ പോലെ വേറൊരു മുത്തശ്ശൻ കാത്തിരിക്കുന്നുണ്ടോ? എന്നാൽ എന്റെ കാലം കഴിയണ വരെ ഇവിടെ കഴിഞ്ഞോളൂ. വേണ്ടാന്ന് പറയാൻ ആർക്കാ ഇവിടെ ധൈര്യം? ഭയങ്കര ബിസി ആയിരിക്കും അപ്പേട്ടൻ. ഉണ്ണാൻ വന്നില്ലല്ലോ ഇന്ന്. പെരുമ്പലത്തെ പറമ്പിലെ തോട്ടങ്ങളാ. അവിടുന്ന് ഉച്ചയ്ക്ക് ചായ കഴിച്ചു. കൂടെ നിന്നില്ലെങ്കിൽ ചെറുമക്കൾ പണിയെടുക്കില്ലെന്നേ. വാദിപ്പടിമേലെ ഇരിക്കരുന്ന ഞങ്ങളുടെ പ്രമാണം. മൈ ഗോഡ്, വീണ്ടും അപകടമായോ? ഇരുന്നോളൂ. നിയമങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരൂ, എന്നാ തെറ്റുപറ്റില്ലല്ലോ. ഏയ് ഇരുന്നോളൂ. അങ്ങനെ ഒരു പ്രമാണം അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അകത്തും പുറത്തും അല്ലാത്ത സ്ഥലമാണല്ലോ വാതിൽപ്പടി. ഓ, വാതിൽപ്പടി കിടത്തിയിട്ടാണ് നരസിംഹം ഹിരണ്യകശുവിനെ കൊന്നത്. പ്രഹ്ലാദന്റെ കഥയില് ചില കഥകളൊക്കെ പപ്പ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിരുന്നു. ഒക്കെ പിന്നെ മറന്നു. നാമജപം മറന്നിട്ടില്ലല്ലേ? കുട്ടിമാമ വരുതൂന്ന് കേട്ടാൽ ഇവിടെ ഒരു ഉത്സവമായിരുന്നു അന്നൊക്കെ. താക്കോല് കൊടുത്ത ചെണ്ട കൊട്ടുന്ന ഒരു കുരങ്ങന്റെ ബൊമ്മ തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് തട്ടുംപുറത്ത് എവിടെ കിടക്കുന്നുണ്ട്. കുട്ടിമാമ മരിച്ച പിന്നെ അമ്മ വേറെ കല്യാണമൊന്നും. ഊന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയണേ? മീര അമ്മയുടെ കൂടെ അല്ലേ ബോംബെയിൽ താമസം? ആയിരുന്നു, ഇപ്പോഴല്ല. അമ്മായിക്ക് ഒന്ന് വരായിരുന്നു. ഞങ്ങളൊന്നും ബോംബെയിൽ വരലുണ്ടാവില്ലല്ലോ, വെറുതെ ഒന്ന് കാണാൻ. എത്രയായാലും അമ്മയുടെ സ്ഥാനം ഉണ്ടല്ലോ. അമ്മയുടെ പേരെന്താ? ഓർമ്മയുണ്ടായിരുന്നു മുമ്പ്, മറന്നു. അപ്പേട്ടാ, ഇവിടുത്തെ വല്ല കഥകളോ പുരാണങ്ങളോ ഒക്കെ പറയും, കേൾക്കാൻ ഇഷ്ടമാണ്. ബോംബെയിലെ കാര്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. അതിൽ ഓടി രക്ഷപ്പെടാനാണ് ഇവിടേക്ക് വന്നത്. പ്ലീസ്. പക്ഷേ എന്തായാലും അമ്മയല്ലേ? അമ്മ stupid. അപ്പേട്ടാ, ഐ എം സോറി അപ്പേട്ടാ. ഞാൻ എന്തോ പറഞ്ഞു. ഹേയ്, ഒരു സംഗതി മനസ്സിലായി. ദേഷ്യം വരുമ്പോ മീരയ്ക്ക് നാവിൽ ആദ്യം വരിക ഇംഗ്ലീഷല്ലേ? ദേഷ്യമില്ലാതെ തന്നെ
വേറൊന്ന് പറയാനും തോന്നുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. അപ്പേട്ട ഒരു അത്ഭുതമാണെന്ന്. ഗുഡ് നൈറ്റ്. കിട്ടിയോ? സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് ഏജന്റിനോട്. രാവിലെ പോകുമ്പോ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം, മറക്കാതെ. ഒരുപാട് പേർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സിനാണ്. സരസു മലയാളിയാണ്. അവക്ക് മാത്രം ഇവിടുത്തെ വിശേഷങ്ങൾ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അപ്പേട്ടനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് കുറെ. എന്റെ വങ്കത്തരങ്ങളാവും കൂടുതലും അല്ലെ? വങ്കത്തരം നല്ലതൊക്കെ ഉണ്ട്, അത് അവള് പറയും. അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അവളേതോ മുന്തിയ ജാതിക്കാരിയാണ്. എന്നാ വിഷുവിന് പറ്റേ ഒന്ന് കേമാക്കാം. എനിക്ക് പറ്റിയ വല്ല ജോലിയും കിട്ടുമോ ഈ ഭാഗത്ത്? എന്തിന്? പണിയെടുക്കാതെ വെറുതെ ഇരിക്കേ. അതൊരു ലൈബിലിറ്റി, ഒരു ഭാരമല്ലേ? ഞാൻ പണിയെടുക്കുന്നില്ലേ? മീര നിൽക്കുന്ന ഒരു ഭാരമാണെന്ന് ആർക്കാ തോന്നണേ? ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല. എന്നാലും മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നാ മതി. മീരയുടെ പങ്കൂടെ ഞാൻ അധ്വാനിച്ചോളാം, പോരെ? Come on, Miranda, we're waiting. Get ready. ഒന്നുമില്ല അപ്പേട്ട. ആരാ? വേണ്ടപ്പെട്ടവരാണെങ്കിൽ അകത്തേക്ക് വിളിക്കേ. ബോംബെന്ന് വന്നതാണ്. Who's this beggar? ബഗർ നിന്റെ തന്ത. അരുതപ്പേട്ട. If you don't come now, I'll come back with a police warrant. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പറയാ, ആരാ ഇത്? അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, ഒരു പട്ടണം കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് പറഞ്ഞാ മനസ്സിലാവൂല. അതുകൊണ്ട് മോശക്കാരനാണ് അപ്പേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. മീര എവിടേക്കും പോണ്ട. ഒരു കുടുംബം പുലർത്താനൊക്കെ എന്റെ അധ്വാനം ധാരാളം മതി. തറവാട്ട് സ്വത്തിന്റെ ഓഹരിയും കണക്കും ഞാൻ നോക്കണില്ല. ഞാനുണ്ട്, എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചോളൂ. അപ്പേട്ട, വിഡ്ഢിത്തമാണ് ഞാൻ വിചാരിച്ചതെന്നറിയാം. പക്ഷെ പറഞ്ഞത് തെറ്റിയെങ്കിൽ മാപ്പ്. അതിന് കരയാണോ? എന്നെ രക്ഷിക്കാൻ ആദ്യമായി പറഞ്ഞത് അപ്പേട്ടനാണ്. അതില് സന്തോഷമുണ്ട്. എന്നും ഞാൻ ഓർമ്മിക്കും. എന്തോ നമ്മളൊക്കെ ഓരോ തരത്തിൽ തടവി കിടക്കുന്നവരാണ് അല്ലേ? ഇവിടെ പാരമ്പര്യം, തറവാടുത്തും. അവിടെ മീര മറ്റെന്തിന്റെയൊക്കെ ഓടിക്കൊണ്ടേയിരിക്കണം, ഒരു തടവിൽ നിന്ന് വേറൊരു തടവിലേക്ക് വീഴുന്നത് വരെ. വേറെന്ത് ചെയ്യാനാ? കഴുത്തിൽ കിടക്കട്ടെ. അച്ഛമ്മയുടെ ഓർമ്മയ്ക്കാ. നിന്നെ കാണാനുള്ള യോഗ ഒക്കെ ഉണ്ടായില്ല. ഇത് ഇരിക്കട്ടെ നിനക്ക്. ബ്ലൗസും പാവാടേ.
ഇവിടെ എത്തിയോ? അന്വേഷിച്ചപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പരിഭ്രമിച്ചു ആസാരം. അച്ഛമ്മയോട് നന്ദി പറയണമല്ലോ എന്ന് തോന്നി. താഴെയുള്ളവർക്കൊക്കെ വിഷിക്കേട്ടം കൊടുക്കണമെന്നാണ് നിയമം. ആനവാല് കെട്ടിച്ച മുതലാണ്. രാപ്പനെയും പേടിയില്ലാതിരിക്കാൻ ചെറുപ്പത്തില് അമ്മ എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പേട്ട എന്താ ഇത്? ഉം. ഞങ്ങളുടെ ആചാരപ്രകാരം ഇങ്ങനൊരു മോതിരം വാങ്ങിയാൽ കല്യാണം പറഞ്ഞു വെച്ചതുപോലെയാണ്. അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം മുറച്ചെറുക്കന്റെ അവകാശം ഉണ്ടല്ലോ എനിക്ക്. എന്റെ അനുഭവം കണ്ടില്ലേ? വീണ്ടും ഒരു അപകടം ഉണ്ടാക്കി വെക്കണം അപ്പേട്ട. കുട്ടികളെ നമ്മൾ ശപിക്കില്ലേ? അപ്പോ എവിടെ അവള്? എടി, നിന്റെ ലോകക്കാരുടെ ആട്ടും ചേറ്റം കേൾക്കണം ഇവിടുത്തെ ആണുങ്ങള് ഒരു വിശേഷ ദിവസമായിട്ട്. Where's the bloody bitch? Call her. Please come. Sit down, Mr. Bello. I don't care for your bloody hospitality. Where is she? Please listen to me. Don't shout here. Don't play with me. Bessie, come here. Miranda, come with us. We are waiting for you. ബഹളം ഉണ്ടാക്കാതെ വിളിച്ചോണ്ട് പോവും മമ്മി. ഞാൻ പിന്നെ വരാം പ്ലീസ്. ഒരിക്കൽ നിന്റെ പപ്പായ അടിച്ചിറക്കിയ സ്ഥലമല്ലേ ഇത്? ഇവിടെ നിനക്കെന്ത് കാര്യം? Bloody aristocrats, stupid old beggars. നീ വരുന്നുണ്ടോ? വരാം മമ്മി, നടക്കും. ഞാൻ വരാം. ഐ പ്രോമിസ്. Are you coming or not? യെസ്. Come on. അവിടെ പോയാൽ പറയൂ, എന്തോ വിഷമമുണ്ട് അല്ലേ? ഏയ് ഒന്നുമില്ല. എനിക്കിതൊന്നും അത്ര പിടിക്കണില്ല. അയാളുടെ വരവും സംസാരവും. എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ കൂടെ വരാം. കാവൽക്കാരനായോ തുണക്കാരനായോ എങ്ങനെ വേണേലും വരാം. പറഞ്ഞോളൂ. ഒരു വിഷമവും ഉണ്ടാവരുത് എവിടെ ആയാലും. ഇല്ല, ഒരു വിഷമവും വരില്ല, ഉറപ്പ്. അത് മതി. അതറിഞ്ഞാൽ സമാധാനമാണ് എനിക്ക്. പോയാലും പിന്നെ വരില്ലേ? വരണം. ഞങ്ങളൊക്കെ കാത്തിരിക്കും.
എന്താ കിടന്നില്ലേ കുട്ടി? ഉറക്കം വരുന്നില്ല. ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ അച്ചച്ച. പോവാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് മനസ്സിലൊരാധി. ഇടയ്ക്ക് വല്ലേ? വരും. ഞാനിവിടെ കുറച്ച് കിടക്കട്ടെ. അച്ഛൻ ഉറങ്ങിക്കോളൂ. എന്റെ കാലം കഴിയണവരെ ഇടയ്ക്കൊക്കെ വരണം. വരും. ഞാൻ എങ്ങോട്ടും പോവില്ല. പോവില്ല. പാവം. പാവം അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കുട്ടി, മീരക്കുട്ടി, വല്ലാത്തൊരുറക്കം. മോളിൽ പോയി കിടക്കുമോളെ.